2023 നടന്ന അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സർജറിയെക്കുറിച്ച് ഇപ്പം എന്തിനാ വന്ന് പറയുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ചിലർക്ക് ഇത് ക്ലിയർ ആവുന്നില്ല. ഇപ്പോഴാണ് അസുഖമുള്ളതെന്നാണ് കുറേ പേര് വിചാരിച്ചിരിക്കുന്നത്. ഇല്ല, എനിക്ക് തൈറോയിഡിലെ ക്യാൻസർ വന്നത് 2023 ഇത് 2025 വർഷം. സോ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് എനിക്കിപ്പോൾ യാതൊരു അസുഖവും ഇല്ല. ഞാൻ ഭയങ്കര പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിവോഴ്സ് ആയാലും എൻ്റെ ക്യാൻസർ ജേർണി ആണെങ്കിലും എൻ്റെ ചുറ്റിലുള്ള ഒരുപാട് മനുഷ്യരിൽ എൻ്റെ തന്നെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. അവരെ റെപ്രസെൻറ്റ് ചെയ്ത് മുന്നിൽ വന്ന് സംസാരിച്ചു എന്നല്ല. നമ്മൾ ഒരുപാട് ഇരുട്ടുള്ള ഒരു കടലിൽ കൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഹൗസ് കാണുന്നത് നമുക്കൊരു ദിശ മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് പറയും. അതുപോലെ ഞാൻ ചെറിയൊരു ചൂട്ട് കത്തിച്ചതേ ഉള്ളൂ. അത് വേണ്ടവർക്ക് വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും അത് കണ്ടതുകൊണ്ട് ഒരു ഉപകാരമില്ല. എൻ്റെ കഥ നിങ്ങളെല്ലാവരും അറിഞ്ഞതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. പക്ഷെ ചിലരത് കേൾക്കേണ്ടതുണ്ട്, ചിലർക്ക് അന്വേഷിക്കുന്നവരുണ്ട്. So I just showed them a little light from my life. എൻ്റെ ആ സമയത്തുള്ള യാത്ര ഞാൻ ചെറുതായിട്ട് നിങ്ങളൊന്ന് കാണിക്കാം. I don't have many pictures because ഞാനതങ്ങനെ ഓർക്കാനോ എപ്പോഴും അതോർത്ത് ഭയപ്പെട്ടുകൊണ്ടിരിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്യാൻസർ സർവൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നീട് ഇങ്ങനെ ഭയങ്കര പേടിയായിരിക്കും, എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും വീണ്ടും വരും. ഞാൻ അങ്ങനെ പോലും ചിന്തിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു, വരാനുള്ളത് വരും. ഇപ്പോൾ ഉള്ളതാണ് ജീവിതം. നമ്മുടെ കൂടെ നസ്രിയ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ജീവിക്കുക. മരിക്കാൻ സമയമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും അല്ലേ. അപ്പോൾ മരിക്കാന്നേ, ഇന്ന് നമുക്ക് ജീവിക്കാം. സർജറിക്ക് മുമ്പുള്ള പടമാണ്. പേടിയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചിരിച്ചു. സർജറി കഴിഞ്ഞിട്ടും ഞാൻ ഒരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു. അന്ന് ഞാൻ ചിരിക്കായിരുന്നു. ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ചിരിക്കുകയാണ്. ബിക്കോസ് ഐ ബ്ലഡി സർവൈവ്ഡ് ഇറ്റ്. ആങ്കറിംഗ് രംഗത്ത് നിരവധി വർഷങ്ങളായി തന്റെ കഴിവും ചാരുതയും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ഒരു വ്യക്തിയാണ് ജുവൽ മേരി. ടെലിവിഷൻ ഷോകളിലും അതുപോലെ തന്നെ സ്റ്റേജ് പരിപാടികളിലെല്ലാം അവരുടെ ആത്മവിശ്വാസമുള്ള അവതരണവും സൗഹൃദപരമായിട്ടുള്ള സംഭാഷണ ശൈലിയുമാണ് പ്രേക്ഷകരെ ആകർഷിച്ചത്. പ്രേക്ഷകർക്ക് മാത്രമല്ല, സഹപ്രവർത്തകർക്കിടയിലും ജുവൽ മേരിക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു. പിന്നീട് അവർ സിനിമാ രംഗത്തും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ചില ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലൈം ലൈറ്റിലൊക്കെ നിന്ന് മാറി നിൽക്കുകയാണ് ജുവൽ മേരി. ഏറെ കാലമായി. എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിലൂടെ വീണ്ടും ജുവലിനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുകയാണ്. അഭിനയ അവതാരക രംഗത്ത് ഒരുപോലെ തിളങ്ങിയ ജുവൽ മേരിയുടെ കഥ ഒരു പ്രചോദനമാണ്. അവതാരകയാകണമെന്നോ സിനിമയിൽ അഭിനയിക്കണമെന്നോ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ജുവൽ. പക്ഷെ പഠിക്കുന്ന സമയം തൊട്ടേ പരിപാടികൾ ഹോസ്റ്റ് ചെയ്യാൻ ഒരുപാട് താല്പര്യം കാണിച്ചിരുന്ന ആളായിരുന്നു ജുവൽ മേരി. സെബി ആന്റണി റോസ് മേരി ദമ്പതികളുടെ മകളായിട്ട് 1990 ജൂലൈ 11 ജുവൽ ജനിക്കുന്നത്. എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിനിയാണ് ജുവൽ. എങ്കിലും 8ാം ക്ലാസ് വരെ ആലുവയിലാണ് താമസിച്ചിരുന്നത്. അച്ഛനായ സെബി FACT ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അവരുടെ ക്വാർട്ടേഴ്സിലായിരുന്നു ആദ്യമൊക്കെ താമസിച്ചിരുന്നത്. 8ാം ക്ലാസ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് അച്ഛന്റെ സ്വന്തം വീടായിട്ടുള്ള തൃപ്പൂണിത്തുറയിലേക്ക് താമസം മാറ്റിയത്. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ കലാപരമായിട്ട് പരിപാടികൾ ചെയ്തിരുന്നു ജുവൽ. അതിനുശേഷം ഹയർ എഡ്യൂക്കേഷൻ തിരഞ്ഞെടുത്ത് BSc നഴ്സിംഗ് ആയിരുന്നു. ഇഷ്ടമില്ലാതെയാണ് ജുവൽ നഴ്സിംഗ് പഠനവും തിരഞ്ഞെടുത്തത്. എങ്കിലും പഠിക്കാൻ ഒട്ടും മടി കാണിച്ചിരുന്നില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബോധവൽക്കരണ പരിപാടികളൊക്കെ ചോദിച്ച് മേടിച്ച് ഹോസ്റ്റ് ചെയ്യുമായിരുന്നു. BSc നഴ്സിംഗ് പഠനത്തിന് ശേഷം കാനഡയിലേക്ക് പോകാനായിരുന്നു ജുവൽ ഇരുന്നത്. പക്ഷെ ജുവലിന് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് ഓഡീഷനായിട്ട് വിളിക്കുന്നത്. പല സ്ഥലങ്ങളിലൊക്കെ ഹോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു ഓഡീഷനിലൊക്കെ മികച്ച പ്രകടനം നടത്താൻ ജുവലിന് സാധിച്ചു. അങ്ങനെയാണ് മഴവിൽ മനോരമയിലെ D4 ഡാൻസിലേക്ക് ഗോവിന്ദ് പത്മസൂര്യയുടെ കോ ആങ്കറായിട്ട് അവസരം ലഭിക്കുന്നത്. D4 അവതാരികയായിട്ട് ഇരിക്കുമ്പോഴാണ് പത്തേമാരി എന്ന സിനിമയിലേക്ക് വിളി വരുന്നത്. സലീം അഹമ്മദ് ആണ് വിളിക്കുന്നതെന്നും ഇന്ന പോലെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാണ് സലീം ജുവലിനെ വിളിക്കുന്നത്. എന്നാൽ ആദ്യം കരുതിയിരുന്നത് ഇത് പ്രാങ്ക് ആണ് എന്നാണ്. പിന്നീടാണ് മനസ്സിലായത് സലീമാണ് ശരിക്കും വിളിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ 2015 ആദ്യമായിട്ട് സിനിമയിലേക്ക് ചുവട് വെക്കുന്നത്. മമ്മൂട്ടിയുടെ നായികയായി. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ജുവൽ അഭിനയിച്ചിരുന്നു. മഴവിൽ മനോരമയിൽ വെച്ചായിരുന്നു തന്റെ ഭാവി ഭർത്താവായ ജെൻസനെ കണ്ടുമുട്ടിയത്. അദ്ദേഹം അവിടെ ഒരു നിർമ്മാതാവാണ്. സുഹൃത്തുക്കളായിട്ട് മാറിയ ഈ ദമ്പതികൾ പ്രണയത്തിലാവുകയും താമസിയാതെ വിവാഹിതരാവുകയും ചെയ്തു. 2015 ഏപ്രിലായിരുന്നു ഇവരുടെ വിവാഹം. എന്നാൽ വിവാഹ ജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. 2021 മുതൽ അദ്ദേഹവുമായിട്ട് വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന ജുവലിന് ഡിവോഴ്സ് ലഭിച്ചിട്ട് 1 വർഷം മാത്രമേ ആകുന്നുള്ളൂ. വളരെയധികം സ്ട്രഗിൾ ചെയ്ത് പോരാടി നേടിയെടുത്തതാണ് ജുവൽ തന്റെ ഡിവോഴ്സ്. എന്നാൽ അതിനിടെയാണ് തനിക്ക് ക്യാൻസർ ആണെന്നുള്ള സ്ഥിരീകരിക്കുന്നത്.
7 വർഷമായി തൈറോയ്ഡ് ഉണ്ടായിരുന്ന ജുവലിന് ഇതുകൂടാതെ ഇന്റർണൽ ട്രോമയും PCODയും തൈറോയ്ഡും എല്ലാം കൂടിയായപ്പോൾ ആകെ തകർന്നു പോയിരുന്നു. ബയോപ്സി എടുത്തതിലൂടെയാണ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. പിന്നീട് സർജറിയിലൂടെയാണ് ക്യാൻസറിനെ പൂർണ്ണമായി മാറ്റാൻ സാധിച്ചത്. സർജറിക്ക് ശേഷം ജുവലിന് ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. ഇടത് കൈയുടെ സ്വാധീനവും കുറഞ്ഞിരുന്നു. ഫിസോ ഒക്കെ ചെയ്താണ് പൂർണ്ണമായിട്ടും എല്ലാത്തിൽ നിന്ന് മോചിതയായത്. അന്ന് ജുവൽ അനുഭവിച്ചത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. സംഘർഷമായിരുന്ന ആ ഒരു ജീവിതത്തിൽ നിന്നും തിരികെ ഒരു ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജുവൽ. എന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ലക്ക് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ഭാഗ്യം ഇനിയും തുണയ്ക്കുമെന്നാണ് ജുവൽ പ്രതീക്ഷിക്കുന്നത്. ആങ്കറിങ്ങും സിനിമയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും ജുവലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഫിലിം മേക്കർ ആകണമെന്നായിരുന്നു. ഇപ്പോൾ ആ സ്വപ്നത്തിലേക്ക് കടക്കുകയാണ് ജുവൽ. അധികം വൈകാതെ തന്നെ സംവിധാന രംഗത്തേക്ക് കടക്കും. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നാടകങ്ങൾ എഴുതിയിരുന്ന ജുവൽ അന്ന് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഫിലിം മേക്കർ ആകുക എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ താരം.